RLV രാമകൃഷ്ണൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മോഹിനിയാട്ട കലാകാരൻ നൃത്തഗുരു രാകേഷ് പരമേശ്വർ കോഴിക്കോട്ട് മോഹിനിയാട്ടം അവതരിപ്പിച്ചു. ജാതിമത വർഗ വർണ്ണ ഭേദങ്ങൾക്കതീതമായി കലകൾ നിലനിൽക്കണമെന്ന സന്ദേശം ഉൾക്കൊള്ളുന്നതായിരുന്നു നൃത്താവതരണം. മോഹിനിയാട്ടത്തിലെ ജെൻഡർ സങ്കല്പങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് നൃത്തഗുരു രാകേഷ് പരമേശ്വർ മിഠായി തെരുവിലെ പരമ്പരാഗത വേദിയിൽ കൈമെയ് മറന്ന് നൃത്തച്ചുവടുകൾ തീർത്തു. കാണികൾ ഒന്നടങ്കം ഓരോ ചുവടുകളെയും നിറമനസ്സോടെ സ്വീകരിച്ചു. ഇതിൽ മേൽ മനോഹരമായ കാഴ്ച മറ്റൊന്നില്ലെന്ന് തോന്നിപ്പോകും. വിവേചനങ്ങളിൽ പതരാതെ ആത്മസമർപ്പണവും പരിശ്രമവും കൊണ്ട് മുന്നോട്ട് വന്ന RLV രാമകൃഷ്ണന് ഐക്യദാർഢ്യം തീർക്കുകയായിരുന്നു കോഴിക്കോട് നഗരം. കലാകാരനോ കലാകാരിയോ നൃത്തരൂപത്തെ പൂർണ്ണതയിൽ അവതരിപ്പിക്കുക എന്നതാണ് കലയുടെ സൗന്ദര്യമെന്ന സന്ദേശം കാണികളിലേക്ക് എത്തിക്കുകയായിരുന്നു നൃത്താവതരണത്തിന്റെ ലക്ഷ്യം. കല എന്നുള്ള ആസ്വാദന വസ്തുവാണ്. അത് ആ കലാകാരൻ കറുത്തോട്ടെ വെളുത്തോട്ടെ ഏത് ജാതിയോ ആയിക്കോട്ടെ, അങ്ങനെ പറയാൻ പാടില്ല, തെറ്റാണ്. അവരെങ്ങനെ സദസ്സിലേക്ക് അവരെ മെസ്സേജ് എത്തിക്കുന്നു, ആ ഒരു കലയുടെ പൂർണ്ണമായിട്ടുള്ളൊരു ഭാവം അവരെങ്ങനെ സദസ്സിലേക്ക് എത്തിക്കുന്നു, അതിലാണ് കലാകാരൻ്റെ പൂർണ്ണത. അല്ലാതെ ജാതിയോ മതമോ നിറമോ വർണ്ണമോ ലിംഗമോ ഇതിനൊരു തടസ്സമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സൗന്ദര്യം ഒരു ഘടകമാണ്. നമ്മൾ എന്തൊരു വസ്തു നമ്മൾ ആകർഷിക്കുന്ന സൗന്ദര്യമാണ്. പക്ഷേ കലയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ കലാകാരനോ കലാകാരിയോ വേദിയിൽ ആ നൃത്തത്തെ പൂർണ്ണതയിൽ അവതരിപ്പിക്കുന്നതാണ് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. കറുത്ത ചായം തേച്ച് വേദിയിലെത്തിയതോടെ ഇല്ലാതായത് വർണ്ണവിവേചനത്തിന്റെ അതിർവരമ്പുകൾ കൂടിയാണ്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.